വന്ദേ മാതരം, വന്ദേ. ഇന്ത്യയിൽ ചെറുതായെങ്കിലും പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചർച്ച എന്ന് പറയുന്നത് പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം മുഴുവനായും ഒരക്ഷരം പോലും തെറ്റാതെ ഒഫീഷ്യൽ സെറിമണീസിൽ ആലപിക്കേണ്ടതായിട്ടുണ്ട്. സെയിം ലൈക്ക് നാഷണൽ ആന്തം, ജനഗണമന, അതുപോലൊക്കെ. അത് ശരിയല്ല എന്ന് ഒരുപക്ഷം ആളുകൾ, ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ അപമാനിക്കുന്നു, നിങ്ങൾ ഈ രാജ്യത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് മറ്റു ചിലർ. UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് കേരളത്തിൽ ഇതാദ്യമായി ചർച്ചയിലാവുന്നത്. പക്ഷം ചേർന്ന് പറയുന്നതിന് മുമ്പേ നമുക്കിതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. ബംഗാൾ രചയിതാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃതവും ബംഗാൾ ഭാഷയും കൂടെ കലർത്തി എടുത്ത് രചിച്ച ഒരു കൃതി ആനന്ദമഠം എന്ന നോവലിൽ 1882 വന്ദേ മാതരം എന്ന പ്രശസ്തമായ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടു. അന്നത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ഗാനമായ ഗോഡ് സേവ് ദ ക്യൂൻ എന്നതിനെ റീപ്ലേസ്മെൻറ്റും അതിനോടുള്ള പ്രതിഷേധവുമായിട്ടാണ് ഈ ഒരു കൃതിയുടെ ഉത്ഭവം. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരതത്തിൻ്റെ മുഖമുദ്രയായിട്ട് ഈ ഗീതത്തെ മാറ്റിയിട്ടുണ്ട്. 1937 ഇന്ത്യ വിഭാവനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഗീതത്തിനെ നാഷണൽ ഗീതമായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അന്നത്തെ പ്രസിഡന്റ്, ഇതിനെ ഒഫീഷ്യലായി നാഷണൽ സോങ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വന്ദേ മാതരത്തിൻ്റെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് വന്ദേ മാതരത്തിൽ പറഞ്ഞിട്ടുള്ളത്, ആ കൃതിയിൽ അല്ലെങ്കിൽ ആ ഗാനത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഈ കവിതയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനോടുള്ള അമർഷവും അതോടൊപ്പം സ്വന്തം രാജ്യത്തിനോടുള്ള അതിതീവ്രമായ സ്നേഹവുമാണ് ഈ കവിത കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വന്ദേ മാതരം, അമ്മേ നിനക്ക് വന്ദനം എന്ന് തുടങ്ങുന്ന ആദ്യ 2 സ്റ്റാൻസയിൽ അല്ലെങ്കിൽ 2 വരികളിൽ ഭാരതത്തിൻ്റെ സൗന്ദര്യവും സമൃദ്ധിയും പോരാട്ട വീര്യവുമാണ് വർണ്ണിച്ചിട്ടുള്ളത്. തുടർന്നുള്ള വരികളിൽ ഹൈന്ദവ വിശ്വാസപ്രകാരം ഇതേ ഭാരതത്തെ ലക്ഷ്മി ദേവിയെയും ദുർഗാദേവിയെയും സരസ്വതി ദേവിയായ എന്ന സങ്കല്പങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീനിങ്ങും അതോടൊപ്പം അനന്തമഠം എന്ന നോവലിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് റിലീജിയസ് കോൺഫ്ലിക്ട്സ് തുടങ്ങിയ കാര്യങ്ങളും എല്ലാം കണക്കിലെടുത്തിട്ട് ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി കണ്ട് ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം മതി എന്നാണ് അന്ന് കൂടിയ ഇന്ത്യയുടെ രൂപീകരണ സമയത്ത് തീരുമാനമെടുത്തത്. അന്നു മുതൽ ഇന്ന് വരെ ആദ്യത്തെ ആ 2 സ്റ്റാൻസ, എസ്പെഷ്യലി ഭാരതം എന്ന സുന്ദരമായ സമൃദ്ധിയുള്ള മണ്ണിനെ വർണ്ണിച്ചുകൊണ്ടുള്ള ആ ഒരു 2 സ്റ്റാൻസ മാത്രം ആണ് ഒഫീഷ്യലി നമ്മളുടെ നാഷണൽ സോങ് ആയിട്ട് സെലക്ട് ചെയ്തപ്പോൾ ആലപിക്കണമെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, അതായത് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന് പരാമർശിച്ചിട്ടുള്ള ആ ഒരു തീരുമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടത്. വർഷങ്ങൾക്കിപ്പുറം സെൻട്രൽ ഗവൺമെൻറ് പുതിയൊരു പ്രോട്ടോക്കോള് കൊണ്ടുവന്നപ്പോൾ ഇതേ ദേശീയ ഗീതത്തെ പൂർണ്ണമായി ആലപിക്കണം, അതായത് മുന്നേ ഒഴിവാക്കിയത് ഇന്ന് ആലപിക്കണം, ഇന്ന് കൂട്ടിച്ചേർക്കണം. ഇതാണ് ഇന്നത്തെ ചർച്ചയ്ക്കും വിമർശനത്തിനും വഴിയൊരുക്കിയത്. ഇന്ത്യൻ ജുഡീഷ്യറി ഇതിനെക്കുറിച്ചുള്ള പരാമർശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് റിലീജിയനും ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും കണക്കിലെടുത്ത് ഏതൊരു ഇന്ത്യൻ പൗരനും ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്യുന്ന ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ സോങ്, നാഷണൽ ആന്തം തുടങ്ങിയ എല്ലാത്തിനെയും ബഹുമാനിക്കേണ്ടത് കടമയാണ്, എന്നാൽ അത് നിർബന്ധമല്ല. സോ ഇനി നമുക്ക് ഇതിൻ്റെ പക്ഷത്തിലേക്ക് വരാം. അങ്ങനെ ഒന്നാം പക്ഷം എന്ന് പറയുന്നത് ഇതൊരു സെക്യുലർ രാജ്യമാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ സങ്കല്പങ്ങളും ആചാരങ്ങളും മുഴുവൻ രാജ്യത്തിൻ്റെതാക്കി മാറ്റുന്നതിനോടുള്ള ശക്തമായ എതിർപ്പ് ഈ രാജ്യത്ത് തുടരുന്നുണ്ട്. ഇനി രണ്ടാം പക്ഷം, ഇത് ദേശീയ ഗീതമാണ്, അതുകൊണ്ട് ഇത് ആലപിക്കുക അല്ലെങ്കിൽ ഇതിനെ ബഹുമാനിക്കുക എന്നുള്ളത് എല്ലാ ദേശത്തിലെയും അല്ലെങ്കിൽ എല്ലാ പൗരൻ്റെയും കടമയാണ്. അല്ലാത്തവർ
ഇതിന്റെ പിന്നിൽ ഇതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു രാഷ്ട്രീയം കൂടെയുണ്ട്. അപ്പോൾ അത് നമുക്ക് വരും വീഡിയോകളിൽ വരും കാലങ്ങളിൽ നമുക്ക് സംസാരിക്കാം, കാരണം അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പക്ഷത്തിനെക്കാട്ടിലും ഇതൊക്കെയാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ചെയ്യുന്ന ചർച്ചാ വിഷയങ്ങളെന്ന് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. നോക്കാം, ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള ഇതിനെക്കുറിച്ചുള്ള